നമസ്കാരം, എല്ലാ പാചകപ്രേമികൾക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രത്യേകതരം ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഡിഷിൻ്റെ പേര് ബിഗ് ബോസ് വറുത്തരച്ചത്. എന്ത്? ബിഗ് ബോസ് വറുത്തരച്ചത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് കാര്യം പറയുന്നതിന് മുമ്പ്, ഇത് തികച്ചും വിനോദത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. വേറൊരു തമാശയ്ക്കാണ്, വേറൊരു ഹാസ്യത്തിനാണ്. അതിനപ്പുറത്ത് ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ കളിയാക്കാനോ പരിഹസിക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ജസ്റ്റ് ഫോർ എ ഹ്യൂമർ. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് അല്പം ജിൻഡോ ആണ്. എന്താണ് ആദ്യം വേണ്ടത് ജിൻഡോ എന്ന് പറയാൻ കാര്യം? നമുക്ക് വേവ് കൂടുതലുള്ള ഐറ്റം ആദ്യം ഇട്ട് തുടങ്ങണം. കാരണം പൊതുവേ ഇച്ചിരി മൂപ്പ് കൂടുതലുള്ള ഐറ്റമാണ്. അതങ്ങനെ ഇങ്ങനെ വേവുന്ന സാധനമല്ല ഈ ജിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട്, അതും വലിയ അളവിൽ ഇടരുത്. 7 കീറി ഒരു പീസ് ഇടാവുള്ളൂ. അത് കിട്ടിയിട്ട് നമ്മളൊന്ന് വെതുക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ, ചെറുതായിട്ട് മൂത്തെന്ന് പറഞ്ഞാൽ മൂത്ത ഐറ്റമാണ് ആദ്യമേ തന്നെ. പക്ഷേ എന്നാലും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് അർജുൻ എടുത്തിടണം. അതാകുമ്പോഴത്തേക്ക് വലിയ നീളത്തിലിരിക്കുകയാണ്. 4 7 മടക്കി ഓടിച്ചൊക്കെ ഇടാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഓടിയുന്ന സാധനമല്ല ഈ അർജുൻ എന്ന് പറയുന്നത്. സംഭവം ഈ നെടുന്തൂൺ പോലെ ഇരിക്കുന്നത് എന്താണെന്ന് ചിലപ്പോഴും ആലോചിക്കും. പോക്കറ്റ് കൈയിട്ടിട്ട് ഇങ്ങനെ വെറുതെ നടക്കുകയാണ് കൊട്ടുമടക്കും. ഇയാൾക്ക് EMI ഒന്നുമില്ലേ? മാസത്തിൽ അടവൊന്നുമില്ലേ ബാങ്കിലോ അവിടെ ഇവിടെ ഒന്നും? അത് ഞാൻ പലപ്പോഴും സംശയത്തോടു കൂടി ചിന്തിക്കുന്ന കാര്യമാണ്. ഇത് നമ്മളൊക്കെ ആകുമ്പോഴേ പാദത്തിൽ തുടക്കമാകുമ്പോഴത്തേക്ക് EMIയുടെ കാര്യം കൊണ്ട് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി. അല്ല, EMIയുടെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം പ്രത്യേക ഓർമ്മ വരുന്നുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന് EMI ഇല്ലായിരുന്നത് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം EMI ഉണ്ടായിരുന്നു. ഉപ്പ് സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ്, അല്ല നിങ്ങളുടെ കാശ് അടയ്ക്കാനുള്ള സമയം എന്താ അടയ്ക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അത് നിർത്തിയിട്ട് തിരിച്ചങ്ങോട്ട് ബാങ്ക് സത്യാഗ്രഹം നടത്തേണ്ടി വന്നേനെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ ഇന്ന് സന്തോഷമായിട്ട് കഴിയുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ നമുക്ക് പാചകത്തിലേക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് ഇതിനകത്ത് അല്പം ജാസ്മിൻ എടുത്തിടണം. ജാസ്മിൻ ഒരു ഐറ്റം അത്യാവശ്യം വേണ്ടുന്ന ഒരു ഐറ്റമാണ്, രുചി കൂടുതലുള്ളതാണ്. പക്ഷെ അത് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ ഗബ്രി എടുത്തിടരുത്. ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. ഇടയ്ക്ക് റസ്മിൻ ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണ് എങ്കിൽ അത് തിരക്കിടില്ല, ഒട്ടിപ്പിടിക്കാതെ അത് ഒരു ഒരു പാചകത്തിൻ്റെ എത്തുമ്പോഴത്തേക്ക് അതൊരു രുചികരമായിട്ട് മാറും. ഇനി നമ്മൾ ഇനി അപ്സര, കുറച്ച് അപ്സര എടുത്തിട്ടുണ്ട്. അപ്സര കുറച്ചെടുത്തിട്ടാൽ മതി. അതിനകത്ത് വലിയതായിട്ട് ഇളക്കമൊന്നും വേണ്ട. ഇവിടെയും കാണും അവിടെയും കാണും, എല്ലായിടത്തും ഇളകി വരണ്ടോളും. ഇളക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അപ്സര ഇട്ടിട്ട് നമ്മൾ ചുമ്മാ കൈ കിട്ടി തന്നാൽ മതി. അതവിടെ കിടന്ന് ഇളകിക്കോളും. പിന്നെ ഇതിന് ശേഷം വേണ്ടത് കുറച്ച് സെബിൻ. അത് ഉപ്പ് പോലാണ്, അധികമാകരുത്, കയ്പായി പോകും. പാകത്തിനിട്ട് കൊടുക്കണം സെബിൻ. അതാണെങ്കിൽ ഒരു ഓളം ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെ ആവശ്യത്തിന് എവിടെയൊക്കെ ചെന്ന് പിടിക്കാമോ അവിടെ ചെന്ന് കയറിക്കോളും, ഒരു കുഴപ്പമില്ല. അപ്പോൾ സെബിനും നമ്മൾ ഇട്ടു. ഇനി പതുക്കെ ഒന്ന് റെഡിയായി മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഒരു പാകത്തിന് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മോഹൻലാൽ കൊടുക്കണം. എങ്കിലേ അതിനൊരു രസമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മോഹൻലാൽ ഒരു ചെറിയ അനക്കവും ബഹളമൊക്കെ ഉണ്ടെങ്കിലേ ഇതിനൊരു രുചി ഉണ്ടാവുള്ളൂ. അതാണ് ഈ ബിഗ് ബോസ് വറുത്തരച്ചതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഏകദേശം ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ സൂക്ഷിച്ചൊരു സാധനം ഇടാനുണ്ട്. വളരെ സൂക്ഷിച്ചേ ഇടാവുള്ളൂ. ജാൻമണി വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടാണ്. ജാൻമണി ഒരു പെൺമണി, നീയൻ കൺമണി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ കൂടിപ്പോയി കഴിഞ്ഞാൽ ശാപവചനങ്ങൾ കൊണ്ട് പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചേ അതൊന്നും ഇടാവുള്ളൂ. അതിട്ടിട്ട് അതിന് പ്രത്യേകിച്ച് ഇളക്കുകയൊന്നും വേണ്ട. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി, അവിടെ എല്ലാം മൊത്തത്തിൽ കിടന്ന് ഇളകിക്കോളും. ഒന്ന് നോക്കുകയോ ഒന്ന് ചിരിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി, മൊത്തത്തിൽ കിടന്ന് ഇളകിക്കോളും. അതുകൊണ്ട് അതൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ പോകേണ്ടത് പിന്നെ പൂജയാണ്. കുറച്ച് പൂജ കുറച്ച് ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ എപ്പോഴും പ്രസൻ്റ് ആയിരിക്കും, കാണും. നല്ല ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ആവേശത്തിന് മുന്നിൽ നിന്നോളും. എവിടെയായാലും ഇതിൻ്റെ ഏത് ഭാഗത്ത് ഇട്ട് കൊടുത്താലും അത് അവിടെ ഉണ്ടായിക്കോളും. പിന്നെ അൻസിബ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അൻസിബ നമ്മൾ ഇടുമ്പോഴത്തേക്ക് അൻസിബ ഇട്ട് അത് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. പക്ഷെ നന്നായിട്ട് ഇളക്കണം. കാരണം ഇട്ടാൽ അവിടെ അങ്ങ് കിടന്നു പോകും. അത് എത്ര വൃത്തി ഇളക്കാൻ ശ്രമിച്ചാലും അനങ്ങത്തില്ല. അതുകൊണ്ട് അവിടെ കിടന്നു പോകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അവിടെയാണ് നമ്മൾ ഇച്ചിരി ജോലി ചെയ്യേണ്ടത്. അൻസിബ ഇട്ട് അതുകൊണ്ട് അവസാനം ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മൊത്തത്തിൽ ഇളക്കി കൊടുക്കണം. പിന്നെ മുടിയൻ ഇടുമ്പോഴത്തേക്ക് കുറച്ച് മുടിയൻ ഇടാം. മുടിയൻ ഇടുമ്പോഴത്തേക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മണപ്പിച്ച് നോക്കാനൊന്നും ശ്രമിക്കരുത്, തുമ്മിപ്പോവും. അതുകൊണ്ട് മൂക്കിനടുത്തേക്ക് കൊണ്ടുവരരുത്. അത് നമ്മളത് കുറച്ച് ചേർത്ത് അതിനെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട്, ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടും ഇച്ചിരി മുടിയനിട്ട് ഒന്ന് ഇളക്കുന്നതല്ലാണ്. ഇപ്പോൾ ഏകദേശം ഏതാണ്ട് പാകമാകാറായി വരുന്നുണ്ട്.
ഇനി നമ്മളൊരു സാധനം ഇടാനുണ്ട്. ഇത് അഭിഷേക് ജയദേവ്. അത് ഇട്ട് കഴിഞ്ഞാലേ വലിയ പ്രതീക്ഷയാണ്. നാളെ ശരിയാകും, നാളെ ശരിയാകും. ഇപ്പം ഈ പാചകത്തിൽ നമ്മൾ ഇച്ചിരി കരിഞ്ഞു പോയാൽ അടുത്ത പ്രാവശ്യം ശരിയാകും എന്നുള്ളൊരു ചിന്ത നമുക്ക് തരാനായിട്ട് ഈ ഈ ഈ ഈ അഭിഷേക് ജയദേവിനെ ഇടുന്നത് നല്ലതായിരിക്കും. ഇത് ഏതാണ്ട് പാകമായി വരുമ്പോൾ വേറെയും കുറേ ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് ഇടാനുണ്ട്. കാര്യമൊന്നുമില്ല. മണവും ഗുണവും ഇല്ലാത്ത ചിലർ വേണമെങ്കിൽ എടുത്ത് ഇടാം. നമ്മളെല്ലാം കൂടി ഇട്ടെന്തിനാണ് വെയിറ്റ് കൂട്ടുന്നത്? അപ്പോൾ ഇത് ഏതാണ്ട് പാകമായി ഇത് നിറമൊക്കെ മാറി വരുമ്പോൾ കുറച്ച് നോറയെ വിതറി എടുത്ത് സെർവ് ചെയ്യാം. നോറ ഒരു ഔഷധ ഗുണമുള്ള ഐറ്റമാണ്. കൂടുതലാവരുത്, കിയോ കിയോ എന്നുള്ള സൗണ്ട് കേൾക്കും. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചൊന്ന് വിതറി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇതിനിടയിൽ നമ്മൾ ഇടയ്ക്കൊരു ശബ്ദം കേൾക്കും, മൈക്ക് ധരിക്കൂ, ഉറങ്ങരുത്, ബൗബ് ഇങ്ങനെയുള്ള കുറേ ശബ്ദം കേൾക്കും. അത് നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട, അതൊരു സൈഡിൽ കിടക്കും. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം ഇതെടുത്ത് വിതരണം ചെയ്യുകയോ കഴിക്കുകയോ ആവാം. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും രാത്രിയിൽ ഒരു 9-9:30 മുതൽ 1 മണിക്കൂർ നേരം ഇത് ഭക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്.